ഈ ദൃശ്യം 2-ലെ മുരളി ഗോപി ചെയ്ത പോലീസ് കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ചും സർട്ടൻ ഡയലോഗ്സ് ഒക്കെ അതിൽ. മുരളി ഗോപി തന്നെയായിരുന്നു ഒരു ഫസ്റ്റ് ചോയ്സ് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്? അതെ, നമ്മളവരെ ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് നമ്മൾ ഒരു ഫ്രഷ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മുരളിയിലേക്ക് പോയതാണ്. നമ്മൾ പലരെയും നമ്മളെപ്പോഴും ഒരു ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ലിസ്റ്റ് എടുക്കുമ്പോൾ കുറേ ഓപ്ഷൻസ് എടുക്കും. ഇപ്പം നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുമ്പോൾ ഡേറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പം ലീഡ് ആക്ടർ അല്ലെങ്കിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോയ്സ് എടുത്തതിനകത്ത് മുരളി ഗോപി വന്നപ്പോൾ പെട്ടെന്ന് ഓക്കെ നമുക്കതൊരു ഡിസ്കഷനകത്ത് വന്നപ്പോൾ ഒരു ഫ്രഷ് ഫീലിംഗ് തോന്നി. അങ്ങനെ എന്ത് ചെയ്തതാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു പൊളിറ്റിക്കൽ ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. സിനിമയായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമുള്ള ഒരു ആളല്ല. എങ്ങനെ ഈ സിനിമയിലേക്കുള്ള യാത്ര എങ്ങനെയായിരുന്നു? എപ്പോഴാണ് സിനിമാക്കാരനാകണം എന്നുള്ളൊരു? ഞാൻ പ്രീ ഡിഗ്രിക്ക് SB കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് PDCക്ക് പഠിക്കുന്നു, എൻ്റെ കസിൻ സെക്കൻഡ് PDCക്ക്. ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഫസ്റ്റ് PDC ആ സമയത്ത് ഹോസ്റ്റലായിരുന്നു, ഇച്ചിരി സ്ട്രിക്റ്റൊക്കെ ആയിരുന്നു. കുറച്ച് ഒരു ഹാഫ് വേ വെച്ചിട്ട് ഞാൻ അവൻ്റെ വീട്ടിലേക്ക് മാറി, എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ആ കസിൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അവിടുത്തെ, പുള്ളിയും ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇവർക്ക് രണ്ടുപേർക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. എനിക്കും സിനിമ ഇഷ്ടമാണ്. അപ്പോൾ ഇവർ ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോകും. അപ്പോൾ നമ്മൾ ഈ വന്ന തുടക്ക സമയമായതുകൊണ്ട് ഞാൻ ആദ്യമൊന്നും ക്ലാസ് കെട്ടിയാൻ പേടിയാണ്. ഒന്നാമതെ ഫാദർ MLA പ്രിൻസിപ്പൽ അച്ഛനൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഇവൻ്റെ വീട്ടിലേക്ക് മാറിയപ്പോൾ ഇച്ചിരി എളുപ്പമായി, ചോദിക്കാനും പറയാനും ആളുമില്ലല്ലോ, മറ്റേ ഹോസ്റ്റൽ പോലെ. അപ്പം ഞാൻ പതുക്കെ ഇവന്മാരോട് സിനിമയെ കാണാൻ പോയി. സിനിമ കാണാൻ പോയപ്പോൾ ഇവരുടെ നടുക്കിരുന്ന് ഇവരിതിൻ്റെ ഡയറക്ഷൻ്റെ ഓരോ സൈഡിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്പർ 20 മദ്രാസ് മെയിൽ കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഒരു ട്രെയിനിലെ യാത്രയാണല്ലോ പറയുന്നത്. കൊല്ലത്ത് വന്നപ്പോൾ എഞ്ചിൻ്റെ നമ്പർ വേറെയാണ്, അത് കോട്ടയത്ത് വന്നപ്പോൾ വേറെ എഞ്ചിൻ. അപ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ കണ്ടിന്യൂറ്റി പതുക്കെ ഞാൻ പോലും അറിയാതെ ഞാൻ അതിനകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അതിനകത്തേക്ക് അങ്ങനെ വന്ന് പിന്നെ പതുക്കെ ഞങ്ങളുടെ ഇതിനകത്ത് സിനിമാ സംഭാഷണങ്ങൾ ചർച്ചകളായി. പിന്നെ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പം ഞാൻ ഡിഗ്രിക്ക് പോയി. അന്നേരം ഞങ്ങളെല്ലാം ഓരോ വഴിക്ക് പിരിഞ്ഞു. എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത് പഠിക്കണം എന്നുണ്ടായിരുന്നു, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. പേരൻസ് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടം പോലെ. അവരോട് ചോദിച്ചപ്പോൾ മേലേക്ക് എഞ്ചിനീയറിങ്ങിന് നോക്കണമെന്ന് പിന്നെ അവരെ പറപ്പിച്ചു. പക്ഷേ എനിക്ക് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാൻ പറ്റിയില്ല, കാരണം ആ സമയത്തൊരു മഞ്ഞപ്പിത്തമൊക്കെ വന്ന് എനിക്ക് എൻട്രൻസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ആരോ പറഞ്ഞു അതിലും നല്ലത് നിങ്ങൾ ആരോട് അസിസ്റ്റ് ചെയ്യുന്നതാണ്, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ കിട്ടും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞു നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടികൾ, ഒരു ഷോർട്ട് ഫിലിമോ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു ദിവസം കൂടി ഒരിടത്തിരുന്ന് ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കഥയൊക്കെ സെറ്റ് ചെയ്ത് ലാസ്റ്റ് മിനിറ്റ്, അന്ന് എനിക്ക് വേണേൽ ദൂരദർശനിലായിരുന്നു ടെലിഫിലിം, ഷോർട്ട് ഫിലിം അല്ല ടെലിഫിലിം, അതൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ അത് നടന്നില്ല. അതാണ് പിന്നീട് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞ സിനിമയായത്. അവരിപ്പോൾ എന്താ ചെയ്യുന്നത് ആ രണ്ടുപേരും? അവർ ഒരാൾ ബിസിനസ്, ഒരാൾ പുറത്ത് ഇവിടെ മസ്കറ്റിൽ. സിനിമയിലില്ല രണ്ടാളും? ഇല്ലില്ല, പക്ഷെ കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയും. അതിപ്പോൾ അല്ലാതെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ MLA ആയിരുന്നു. ഈ രാഷ്ട്രീയ പാരമ്പര്യം എങ്ങനെയാണ് ഒരു ഫിലിം മേക്കർ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? പണ്ട് ശ്രദ്ധിക്കാറൊന്നും ഇപ്പം ഇല്ല. എനിക്ക് രാഷ്ട്രീയത്തിലുള്ള ഒരു ഇത് പോയി. കാരണം എൻ്റെ ഫാദർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിലാണ് ഡിഗ്രി പഠിച്ചത്. അപ്പം ഫാദർ മൂവാറ്റുപുഴ MLA ആയിരുന്നു. മക്കളാരും രാഷ്ട്രീയത്തിൽ വരുന്നതിനോട് ഫാദറിന് താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ കൈൻഡ് ഓഫ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കുടുംബത്തിൽ നിന്ന് പൈസ ഇറക്കി കളിച്ച രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റേതായ ഫാദറിന് ഇഷ്ടമാർ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു ക്ഷീണം നമുക്കുണ്ടായി. കയ്യിൽ നിന്ന് ചേട്ടൻ എല്ലാവരും കരുണാകരൻ പോലും കൊച്ചേട്ടൻ എന്നാണ് പറയാറുന്നാണ്. അപ്പോൾ പറയും കൊച്ചേട്ടൻ്റെ പൈസ ഉണ്ട്, കൊച്ചേട്ടൻ ചെയ്തോളും. പിന്നെ വിച്ചാച്ചൻ തന്നെ പൈസ ഇറക്കി കളിച്ച് അങ്ങനെ ഇതായി. അപ്പം ഫാദർ പറയായിരുന്നു രാഷ്ട്രീയം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഞാൻ മൂവാറ്റുപുഴ നിർമ്മലയിൽ പഠിക്കുമ്പോൾ എന്നെ കൊച്ചേട്ടന് വേണമെന്നൊക്കെ പറഞ്ഞ് കൗൺസിലറാക്കാനും ഒക്കെ നിർത്താൻ ശ്രമിച്ചു. ഫാദറിനോട് പറഞ്ഞു വേണ്ടതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം താല്പര്യമില്ല. കാരണം എൻ്റെ വീട്ടിൽ സ്ഥിരമായി വരികയും എപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുകയും ചെയ്യുന്ന ഒരാളെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അവിടെ എലിഞ്ഞി ടൗണിൽ വെച്ച് കണ്ടപ്പം ഞാൻ ചിരിച്ചപ്പോൾ പുള്ളി മുഖം തിരിച്ചു കാണുന്നു, അങ്ങ് പോയി. അപ്പോൾ ഞാൻ ചേച്ചനോട് ചോദിച്ചു എന്ത് പറ്റി പുള്ളി ഇങ്ങനെ ചെയ്യുന്നു? പുള്ളി അയാൾ പറഞ്ഞൊരു കാര്യം നടത്തി കൊടുക്കാൻ പറ്റിയില്ല എന്ന്. അതായത് 10 കാര്യം ചെയ്താലും 11ാമത്തെ കാര്യം നടത്തി കൊടുത്തില്ലെങ്കിൽ ശത്രു കഴിക്കും.
പിന്നെ എനിക്ക് ഒട്ടും അറിയാൻ മേലാത്തൊരു കാര്യമുണ്ട്, നമുക്ക് പരിചയമില്ലെങ്കിലും ചിരിച്ച് കാണിക്കണം. എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എൻ്റെ ഫാദറിനെ, പക്ഷേ കുഴപ്പമില്ലെന്നറിയോ, ഫാദറിനെ ഞാൻ എപ്പോഴും ചില ക്രിട്ടിസൈസ് ചെയ്യും, കളിയാക്കുമായിരുന്നു. ഞാൻ പറയും ഭയങ്കര ഫേക്ക് സ്മൈലിംഗ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ തത്തുല്യമായൊരു ഫീൽഡിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സിനിമ രണ്ടിനും ഒത്തിരി സമാനതകളുണ്ട്. രാഷ്ട്രീയത്തിൽ പവർ ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്, സിനിമയിൽ സക്സസ് ഉണ്ടെങ്കിൽ കൂടെ ആളുണ്ട്. കൂടെ നിൽക്കുന്നവരെല്ലാം എല്ലാവർക്കും സർവൈവ്, അതൊരു കുറ്റമൊന്നുമല്ല. ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ് ഇത്. അപ്പോൾ സിനിമയിലും ഇത് തന്നെയാണ്. അതുകൊണ്ട് എന്നെ ഒത്തിരി അങ്ങനെ പബ്ലിക് എനിക്കിപ്പോഴും ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഒന്നും അറിയാൻ മേല. ഒന്ന് ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോകും. പിന്നെ 1-2 കണ്ടാലൊന്നും ഞാൻ ചിലപ്പം പിന്നീട് കാണുമ്പോൾ തിരിച്ചറിയണമെന്നില്ല. അതുകൊണ്ട് പേടിയാണ്. ഇപ്പം ഞാൻ നിങ്ങൾ നാളെ പുറത്ത് വെച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചറിയാൻ ഇവന് ഭയങ്കര ജാടയെ എന്ന് തോന്നും. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ എനിക്ക് പറ്റത്തില്ല. ചിലർക്ക് ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനതിന് ഫിറ്റല്ല ആക്ച്വലി. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ്. പിന്നെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ലാത്തൊരു ഫീൽഡാണ്. നമുക്ക് വാക്കിന് വില വേണം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അമ്മ ഭയങ്കര സ്ട്രോങ് ലേഡി ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്ത് വന്നാലും ഫേസ് ചെയ്യാൻ ധൈര്യം. കാരണം എൻ്റെ അതുപോലെ നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മക്കൾക്ക് ഓരോ ക്രൈസിസ് വരുമ്പോഴും അമ്മച്ചി ഭയങ്കരമായിട്ടും അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും. എനിക്ക് തന്നെ സിനിമയുടെയൊക്കെ ഒരു 1.5 വർഷം ഒരു പ്രൊജക്റ്റിൻ്റെ പുറകെ കഥയായിട്ട് നടന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് ഞാൻ മാത്രം പ്രൊജക്റ്റിൽ നിന്ന് പുറത്തായി. അപ്പോൾ സങ്കടമായിട്ട് ഞാൻ ഡിറ്റക്റ്റീവിൻ്റെ സബ്ജക്റ്റൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പം ആലോചിച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പം ഭയങ്കര സങ്കടം വന്ന് ഇരുന്നപ്പോൾ അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, നീ വിഷമിക്കണ്ട, വേണം നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു കുറച്ച് വിറ്റിട്ടാണ് നമ്മൾ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞു. അതൊരിക്കലും ചെയ്യാനല്ല. പക്ഷേ അന്ന് ആ ഒരു സ്പിരിറ്റിൽ ഞാൻ ഇറങ്ങി തിരിച്ചതാണ് എൻ്റെ ഫസ്റ്റ് സിനിമ ഡിറ്റക്റ്റീവ്. ഞങ്ങളതിന് പൈസ മുടക്കില്ല. ഞാൻ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രൊഡ്യൂസർ വന്നു. പക്ഷേ അതൊരു സപ്പോർട്ട് പോലെ ഞാൻ കൊടുത്തതാണ്. അപ്പം എല്ലാത്തിലും അമ്മച്ചി അങ്ങനെയാണ്. അമ്മച്ചി ഇപ്പോഴും ഷീസ് 86, ഒരു ക്യാൻസർ സർവൈവറാണ്. ഷീസ് ആൻ അയൺ ലേഡി. നമ്മൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ചെന്ന് കുറച്ചേരെന്ന് വർത്താനം പറഞ്ഞാൽ ഓക്കെ ആവും. ഡിറ്റക്റ്റീവിൻ്റെ ഒരു ആ സിനിമയുടെ ക്ലൈമാക്സും അതിൻ്റെ ഒരു പ്ലോട്ട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതാണ്. അത് സാറിന് എത്രത്തോളം ഗുണം ചെയ്ത കരിയറിലെ തുടക്കത്തിൽ തന്നെ? ശ്രദ്ധിക്കപ്പെട്ടു, അത്രേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി വലിയ നഷ്ടമൊന്നും വന്നില്ല ആ സിനിമ. കാരണം അതുപോലെ ചിലവ് ചുരുക്കി 38 ദിവസം പ്ലാൻ ചെയ്ത സിനിമ 25-ാമത്തെ ദിവസം വന്നിട്ട് പറഞ്ഞു 3 ദിവസത്തോടെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതുപോലെ ഷൂട്ട് ചെയ്ത് തീർത്ത പടമാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അത് ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒത്തിരി പേര് സിനിമ ശ്രദ്ധിച്ചു. അതിനകത്ത് ഏറ്റവും എനിക്ക് ഭയങ്കര ഞാൻ മമ്മി അമ്മയുടെ പ്രിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ സുകുമാരി ടീച്ചറിനെ വിളിക്കാനായിട്ട് ചെന്നെത്തി. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇങ്ങനൊരു സിനിമ ചെയ്തു. മമ്മി അമ്മ മോണി പേര് കൊള്ളാമല്ലോ. ഞാൻ ഒരു അമ്മയമ്മളുടെ കഥയാണ്, ഒരു പ്രിവ്യൂ ഉണ്ട്, മാഡം വരണം. അപ്പം മോൻ്റെ ഫസ്റ്റ് സിനിമ എൻ്റെ സെക്കൻഡ് സിനിമ. ആദ്യത്തെ സിനിമ ഏതാണ്? ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് മകളും ഉണ്ട്. അപ്പോൾ ഇവർ നോക്കിയിട്ട് ഡിറ്റക്റ്റീവ് ആ നൂലയിൽ ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ടോ പറഞ്ഞു. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറയും. അപ്പം സ്ത്രീകൾക്കും ഇഷ്ടമായിരുന്നു അത്. അങ്ങനെ ആ സിനിമ ഒത്തിരി പേര് നോട്ട് ചെയ്തു. പക്ഷേ എനിക്ക് അതിനകത്ത് വലിയ ഫാമിലി ഓഡിയൻസിനെ കിട്ടിയില്ല. കാരണം ഏതോ ഒരു ജീത്തു ജോസഫ്, ഒരു അന്നത്തെ സുരേഷ് സാറ് തിരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വലിയൊരു ഇത് കിട്ടിയില്ല. ബട്ട് കുഴപ്പമില്ല. അപ്പോൾ അന്ന് രണ്ടാമതാണ് ഞാൻ ഈ മമ്മിയാൻമ എടുത്തിയത്. മമ്മിയാൻമയിലാണ് എനിക്ക് ഫാമിലി ഓഡിയൻസിനെ ശരിക്കും കിട്ടിയത്. അപ്പം ഡിറ്റക്റ്റീവ് ആ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു.